ഈസ് വെൽക്കം ബാക്ക് ടു AK റാക്സ് ഫൈറ്റിംഗ്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെൽസി ടേക്ക് ഓവർ പാർട്ട് 2. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സ്പോർട്ടിങ്ങിൻ്റെ കൂട്ടുള്ള കളി അത് ഞാൻ ചെറുതായി തമാശയ്ക്ക് കളിച്ചാണ്. സോ അപ്പോഴേക്കിൻ്റെ കണക്ഷൻ ലോസ്റ്റായി. സോ അപ്പോൾ ആ ഗെയിമാവും ഇന്ന് നമ്മൾ ആദ്യത്തെ കളി കളിക്കാൻ പോകട്ടോ. സോ അസൻസിയോനൊക്കെ സൈൻ ചെയ്തിട്ട് സെറ്റ് ടീമായിരിക്കുകയാണ് നമ്മളിപ്പോൾ. സോ വി മസ്റ്റ് സ്റ്റാർട്ട് വിന്നിങ് ഗെയിംസ്. ഗർനാച്ചോ, റീസ് ജെയിംസ്, ഡേവിഡ് വാഷിങ്ടനൊക്കെ ഇവിടെ. വാഷിങ്ടൺ ഇതെന്താണത്? ഇന്നത്തെ ഇത്രയും ലാൻഡ്രോ ഗർനാച്ചോ ഉണ്ടായിരുന്നു, ഇത്രയും പൊട്ടൻഷ്യൽ ആയിരുന്നു. സോ അതുവരെ നമുക്കൊന്ന് ജാക്കി മാനേജ് ചെയ്താൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ തട്ടി. പെട്രോളിന് എനിക്ക് സെല് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ 51 മില്യൺ കൊടുത്താൽ ഇതുപോലത്തെ നല്ല സ്ട്രൈക്കറിനെ കിട്ടും. നമുക്ക് കണ്ണും കൂട്ടി അക്സെപ്റ്റ് ചെയ്യാത്ത അതിൽ പോവോ, പെട്രോളിൻ്റെ പോവോ? യെസ്, 51 മില്യൺ എൻ്റെ കയ്യിൽ. സോ ഇതൊരു സ്ട്രൈക്കറിനെ ഫൈൻഡ് ചെയ്യാം. ആദ്യത്തെ കളി തന്നെ അതാണിപ്പോൾ. ഞാൻ ടീം നോക്കി നോക്കട്ടെ. എല്ലാം ഇഷ്ടമായ ഉണ്ട് അവിടെ. ഞാൻ ഡെലപ്പുണ്ട്. ചങ്ങായി ഗെയിം ടൈം കിട്ടിപ്പോട്ടെ. ഏത് പൊസിഷനാണ് വീക്ക് നോക്കുമ്പോൾ ബെഞ്ചിലൊരു ബാക്കപ്പ് കീപ്പറില്ല. അതൊരു കുഴപ്പമാണ്. ജോർജൻസിനെ റിപ്ലേസും ചെയ്യണം. ജോർജൻസിനെ ബാക്കപ്പ് ആക്കും. അപ്പോൾ ഒരു 27 വയസ്സ് വരെ. കാശ് ഞങ്ങളുടെ കയ്യിൽ കുറവാണ് ചേട്ടാ. ഒരു 45 മില്യൻ്റെ ഉള്ളിൽ. കോസ്റ്റ, ലൂക്കസ് ചാക്ലിയർ, ജോർജി മമാഡിസ്വില്ലി. സോ ബെസ്റ്റ് കീപ്പറായിട്ട് തോന്നുന്നത് കൊബനെടുക്കാം, അല്ലെങ്കിൽ ഇവൻ്റെ എടുക്കാം. ഡിയാഗോ കോസ്റ്റ ഹാസ് സം റൂം ടു ഗ്രോ ടു ആസ് വെൽ. ഈ സാഹചര്യം നല്ല കീപ്പറായിരുന്നു അല്ലേ? ഹീസ് വെരി ഗുഡ് ഓപ്ഷൻ. ഇവൻ നല്ലൊരു ഗ്രോവും ചെയ്യും. I decided it was bad when we're beginning എടുക്കാനെക്കാട്ടും നല്ല കോസ്റ്റാണ്. ഡിയാഗോ കോസ്റ്റയുടെ പ്രീമിയം എക്സ്പീരിയൻസിന് ജോർജി മമാഡിഷ്വിലി 40 മില്യൺ കൂടെ ഓഫ്. വെയിറ്റ് 37 കാർണസാക്കി ഇവൻ സൈൻ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. ഒരു 40-50 മില്യൺ. 40 മില്യൺ ഇപ്പോൾ പൊട്ടിച്ചാൽ കിട്ടുമോ? 40 മില്യൺ കിട്ടേണ്ടതാണ്. ഇനി 4500 പിടിക്കുള്ളൂ. ആ വെസ്റ്റ് 41,200. ഇത് ഉറപ്പ് കിട്ടിയില്ല. സോ നോ നെതർലാൻഡ്, ജോർജി മമാഡിഷ്വിലി. ജോർജി നല്ല ടൈമുണ്ട്. സോ 45 മില്യൺ 10 മില്യൺ ഇൻക്രീസ് ചെയ്തു. 45 കൊടുക്കണ്ടായിരുന്നു. 47. Chelsea is the best keeper in this game right now. 220k per week. Pacho, you can. I do it. And we go with this. Look at this crazy potential. അപ്പോൾ ബെഞ്ചിന് തരുന്നൊരു കീപ്പർ ആണെന്നാണോ ഇപ്പോൾ? സ്ട്രൈക്കറിന് ആൻഡ് ഡെലപ്പിന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണ്. 1 and 4. അസൻസിയോനെ അറിയില്ല, ബെഞ്ചായിട്ടാണ് മറ്റേ. കാരണം പറയുമ്പോൾ ഇവിടെ ഇത്ര ചെറിയ ടീമാണ്. അവർ റയൽ മാഡ്രിഡ് പോലത്തെ ക്ലബിൽ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ദിസ് ഇസ് വെൻ എനിത്തിങ് ഹാപ്പൻ ഇൻ എനി ക്ലബ്. അതൊന്നും അവനറിയാൻ കഴിയില്ല. അയ്യോ
ടോട്ടൽ സെറ്റാണ്, നമ്മുടെ പ്ലേസ് സെറ്റാണ്, സ്ക്രീൻ ടൈം ആകുമ്പോൾ നല്ല 25,000 പ്ലേയേഴ്സിന് കിട്ടും. അതിലൊന്ന് പോയിന്റ് കയറ്റും. വണ്ടർഫുൾ കളിയായിരുന്നു, പക്ഷെ നമ്മൾക്ക് ജയം കിട്ടിയില്ല. എന്ത് ചെയ്യാനാ. ഗുസ്താവോ എന്താണ് ഇത്ര വില കുറവേന്? ഗുസ്താവോക്ക് കുറച്ച് ഓവറോൾ ബൂസ്റ്റ് കിട്ടും. 85 ഒക്കെ ആയ പുഷ്പം കുറയ്ക്കണ പറയാൻ പറ്റുമോ? ട്രെയിനിങ് മിസ്സാക്കരുത്. ട്രെയിനിങ് മിസ്സായ എല്ലാവരും യുദ്ധം. ബാക്കിയെല്ലാം ഫാസ്റ്റില്ല. നല്ല ഗുസ്താവോ 18 മില്യന് കൊടുക്കുമ്പോ എനിക്ക് നഷ്ടമാണ്. 11 മില്യന് ഞാൻ തരുന്നുണ്ട് ഗുസ്താവോ. പാലും പഴവും കൊടുത്തു വരുത്തേലാണ് ഞങ്ങളുടെ മൊറസ്കോ. ഇതല്ല, ഇപ്പം നമുക്ക് വേറെ ട്രെയിനിങ് ഓപ്പൺ ആക്കണമെങ്കിൽ ഇത് കുറച്ച് അപ്ഗ്രേഡൊക്കെ ചെയ്യണം. സോ അപ്ഗ്രേഡ് ഇനി സ്കൗട്ട് റിപ്പോർട്ടൊക്കെ സെറ്റാക്കണം. ഇവനും വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ക്ലബ് സോൺ എന്ന് പറയുന്ന സംഭവം അപ്ഗ്രേഡ്. യൂത്ത് അക്കാഡമി പിള്ളേരൊക്കെ ഉണ്ടാകുമല്ലേ. വലിയ അക്കാഡമിന് വേണ്ടേ. നമ്മൾ ഫസ്റ്റ് ലെവൽ അപ്ഗ്രേഡിങ് കഴിഞ്ഞപ്പോഴേക്കും ഓ മൈ ഗാഡ് ഇത് വഴിയില്ല. ഇവൻ നല്ല ടാലൻ്റാണ്. ഇവൻ ആരെങ്കിലും ലോണിൽ കൊണ്ടുപോടേ. ഇവനിവിടെ ഗെയിം ടൈം ഇല്ല. ഗർണാച്ചോണ്ട് ഗെയിമിൽ ഇവനെന്തായാലും സ്ട്രൈക്കർക്ക് ഓടിച്ചതോടെ ചെറിയ ഗെയിംസിനൊക്കെ നടക്കാം. ആദ്യത്തെ കളിയാണ്. സോറി 2 കളിക്ക് എനിക്ക് ഒരാടൊക്കെ വരും. അറിയാണ്ട് വരും. So നമുക്ക് അസിസ്റ്റ് പ്രൊവൈഡേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്ലേബോൾ സെറ്റാക്കാം. ക്യാമ്പില്ലാത്ത ഫോർമേഷനാണ്. സോ ലാസ്റ്റ് ഒരു പുതിയ കളിക്കാൻ പോകും. പുതുക്കി
എനിക്ക് കളിക്കാൻ പറ്റുമോ നോക്കട്ടെ. പ്ലെയർ റോൾസ് കീപ്പർ ഓക്കെ, ബാക്ക് വിങ് ബാക്ക് ഓക്കെ, ബോൾ പ്ലേയിങ് ഇവർ രണ്ടുപേരും കുഴപ്പമില്ല. പ്ലെയർ മേക്കർ വൈഡ് മിഡ്ഫീൽഡിന് പകരം ഒരു വിങ്ങറായിട്ട് കളിക്കുക. കസേഡോ ബോൾ വിന്നിങ് ഓക്കെ, ഡീപ് പ്ലേയിങ് ഫോർവേഡിന് പകരം ഒരു ഫിനിഷർ വിങ്ങർ അല്ലെങ്കിൽ പ്ലേ മേക്കറാണ് മാച്ചോ. സോ ഇത് വർക്കാവും. എന്താണ് എനിക്കൊന്ന് വർക്കാവണം എങ്കിൽ ഭയങ്കര ടർക്കി വെറുതെ ഇറ്റലി എന്നെ വിളിച്ചാൽ വിളിക്കുക. ഐവറി കോസ്റ്റൊക്കെ വേൾഡ് കപ്പ് അടുക്കല്ലോ. അതുകൊണ്ട് സോളിഡ ഓക്കെ 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 നല്ല പൊട്ടൻഷ്യലോ കീപ്പർ തന്നെയാണ്. പൊട്ടൻഷ്യൽ കൂടി വരുമ്പോൾ ഒരു ബാഡേജ് പണിയുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും. Alejandro Garnacho പക്ഷെ വേസ്റ്റ് പ്ലെയറെ കഴിയില്ല. അവൻ കളിക്കും ഈഗോ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫാനായ ഈഗോ എനിക്ക് ഓണമാണ്. ആവിക്കോ വീഡിയോ മിഡ്ഫീൽഡിൽ കസേരോ മേള ഗുസ്താവോ ഇവിടെ മര്യാദക്ക് എൻ്റെ പയ്യനെ ഇറക്കാൻ പറ്റില്ല. പർട്ടിക്കുലർ എമൗണ്ട് യൂത്ത് അക്കാഡമി ആണെങ്കിലൊക്കെയാണ് ഇവിടെ ചെൽസിയുടെ യൂത്ത് അക്കാഡമി അമ്മയാണ്. എല്ലാവരും കയറി നിറഞ്ഞു. I love this. To see him in this list. ട്രെയിനിങ്ങിൽ കഴിഞ്ഞു 20 ആവണല്ലേ. PS4 നല്ലൊരു ഓഫറാണ്. ഈ ഏജ് ഉള്ളപ്പോൾ PSG നോക്കിയപ്പോൾ Gustavo PSG Chelsea രണ്ട് പ്ലേയേഴ്സിനാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തത്. So I need some ഇതൊക്കെ തുടങ്ങുമ്പോഴേക്കും നല്ല കളിയാണ്. കളി കഴിക്കണം നമ്മൾ. ഈ വീഡിയോയിൽ നമുക്കൊരു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലെയറിനെ സൈൻ ചെയ്യും. ഫൈൻ്റെ DL പ്ലെയർ DL പ്ലെയർ മീൻസ് ലെഫ്റ്റ്. ഞാൻ വിചാരിച്ചത് ലെഫ്റ്റ് അല്ല, റൈറ്റ് ബാക്ക്. 25 വയസ്സിനുള്ളിൽ ഇവൻ
കളിച്ചെത്തി ഒരു പൊട്ടൻഷ്യൽ. PSG എന്ന സ്ഥലത്ത് വോട്ട് എടുത്താൽ പാൽമറെന്ന് പറഞ്ഞ ആളാണ് സമയം 50 മില്യൺ അതിനപ്പുറം പോകണ്ടേ 30-40-50 മില്യൺ ഉള്ളതായി. ഇപ്പോൾ വഹിക്കുമ്പോൾ എത്ര വിൽക്കും? 100 മില്യൺ വിൽക്കും. ലാഭം. സോ അങ്ങനെ കളിച്ച് നമുക്ക് അക്കാഡമിക്കാർക്ക് വയ്ക്കും. എന്നിട്ട് ഗെയിമിൽ ആളിരിക്കാൻ സ്ഥലം പറയും. എനിക്ക് എക്കാണ് ഇതാണ് ഉടായ്പ ബോർഡിൻ്റെ. ഞാൻ ചെൽസി ഫാനെ ശരിക്കും പറയുമ്പോൾ ഈ ഷോ കാലത്താകുമ്പോഴേക്കും ഞാൻ തല്ലൊരു ലീഡ്സ് ഇത് നമ്പാടുക്കുള്ള ടീമാണ്. അപ്പം എന്തും ചെറിയ വെച്ച് ദൈവമേ നീഞ്ചറിയാടാ ബൊമ്മാലെ ഓരോ സംഭവങ്ങളാണ് ഈ ടീമിനെ പിന്നിലേക്ക് വിളിച്ചത്. ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പം ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. സെമി ഫൈനലിലേക്ക് പോയാൽ ഇറ്റ് വാസ് ജസ്റ്റ് ഇൻസൈൻ. അലഹാൻഡ്രോ പറഞ്ഞോ അവിടെ 2 കളി പോയി. അലഹാൻഡ്രോ ജസ്റ്റ് പോയും അവിടെ എടുക്കാം. 2 വിങ്ങിലും നല്ല ചേഞ്ച് വന്നു. ഇവനെ പാൽമറിന് 3 ഡേ ഭാഗ്യം. 4 ഡേ ഫസ്റ്റ് കൊടുക്കണേ. എൻ്റെ അമ്മ
Is crying right now. Oh, നമ്മളൊക്കെ പിടിച്ചോണ്ട് കൊണ്ടത് ഈ പട്ടിക്കാട് സൈഡോ നമ്മളെ വിച്ചാൽ സൈഡൊന്നുമല്ലേ ഞാൻ ഫുള്ള് വാങ്ങാൻ വന്നിട്ടാണ് അറബിക്കാശ് കുട്ടികൾ മര്യാദക്കാണ് ചെറുപ്പടയനിതാ ഒരു കുറച്ച് ബാക്കപ്പ് ജമാക്കാൻ പറഞ്ഞു Upgrade थोड़ी चीज़ें നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ഫ്രം ആരവ് സൈനിങ് ഔട്ട്. സോ ഇതൊന്ന് കളക്ട് ചെയ്തിട്ട് ഓക്കെ ബൈ ഫ്രം ആരവ് സൈനിങ് ഔട്ട്. ഇല്ലാണ്ട് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. സോ അതായിരിക്കും ഗെയിം എഗെയിൻസ്റ്റ് ആർസനൽ. എല്ലാ പൊളി കളിയാവും. ഈ ടീമിൻ്റെ ഇവർ പകരം സ്റ്റേറ്റ്സിന് പകരം ആരെയും വാക്കണം എല്ലാം പറയും. ഓക്കെ റോള് കൊടുക്കുക. സ്റ്റാർസ് ഫോർ ഗെയിമിംഗ് കോൺട്രാക്ട് ഹൈലി പ്രൊഫഷണൽ ആൻഡ് ലോയൽ. ഈ പ്ലെയറിന് ടേബിളിൽ റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാം. അതിനനുസരിച്ച് ഏതാണ് ആവശ്യമുള്ളത്. സ്റ്റാറ്റസ് ഒന്നുമല്ല, റിപ്പോർട്ട്. സ്കോർ ഈസ് ആവറേജ് ഫോർ ദി ലീഗ്. സ്കോർ ലാക്കിംഗ് എക്സ്പീരിയൻസ് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. സ്പീക്ക് ഏരിയ ലിമിറ്റഡ് ക്വാളിറ്റി ഇൻ അറ്റാക്ക്.
ആ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് വേണ്ടത്. ബൈ ഫ്രം ആരം സൈനിങ് ഔട്ട്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.